അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളൊരു സമസ്തക്കാരനാണ് എങ്കിൽ നിങ്ങൾ ഈ AP സമസ്തയാകട്ടെ, EK സമസ്തയാകട്ടെ, ദക്ഷിണയാകട്ടെ, ഉത്തരയാകട്ടെ, എന്തൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളുണ്ടോ, പന്നിപ്പറങ്ങൾക്ക് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പ് ഉണ്ടോ എണ്ണിപ്പറയാൻ വേണ്ടി ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ, സമസ്തയെ മൊത്തത്തിൽ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഈ സംസാരത്തിൻ്റെ ആദ്യാവസാനം വരെ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്നാണ് ആദ്യം തന്നെ എനിക്ക് ഉണർത്താനുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഇസ്തരീട്ട ഖുറാഫി, നമ്മുടെ മുസ്ലിയാരെ മുസ്ലിയാരുടെ ചില ആരോപണങ്ങൾ, മറ്റേ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു ജാഹിൽ മുസ്ലിയാർ, അദ്ദേഹം തങ്ങളാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ആ ജാഹിലായ മുസ്ലിയാർ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. സമസ്തക്കാർക്കും അറിയാം, മുജാഹിദുകൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മുജാഹിദുകൾ കുറച്ച് കൂടുതൽ അയാൾ എതിർക്കുന്നു, സമസ്തക്കാർ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഇസ്തിഹാസ എന്ന് പറയുന്നത്, സമസ്ത നിലനിൽക്കുന്നത് തന്നെ ഇസ്തിഹാസൻ്റെ മുകളിലാണ്. ആ ഇസ്തിഹാസയിൽ തന്നെ അയാൾ കയറി പിടിച്ചതുകൊണ്ട് സമസ്തക്കാരൊക്കെ അയാൾക്കെതിരെ തിരിഞ്ഞു. പക്ഷെ അദ്ദേഹം മെല്ലെ അങ്ങോട്ടേക്ക് തടിയൂരി ഞാൻ ക്ഷമ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് മുജാഹിദിനെതിരെ പ്രാർത്ഥനയൊക്കെ നടത്തി. അദ്ദേഹം ക്ഷമ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദിന് ഈ വിഷയത്തിൽ ഞാൻ മുജാഹിദുകളൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം മാപ്പ് പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എന്ന് കൃത്യമായി ആരിസ് മദനിയൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഇസ്തിഹാസ വിഷയത്തിൽ പറഞ്ഞ നിലപാടിനെയല്ല അദ്ദേഹം മാപ്പ് പറഞ്ഞതിലെ തിരുത്തിയത് എന്നൊക്കെ കൃത്യമായി തന്നെ അവരൊക്കെ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. ഏതായാലും നമ്മൾ ഇസ്തരീട്ട ഖുറാഫി നമ്മുടെ പേരിൽ മുസ്ലിയാരെ പറയുന്നതിന് പേരിൽ, ആ തങ്ങളെന്ന് പറയുന്ന സാധനത്തെ പറയുന്നതിന് പകരം നമ്മളുടെ പേരിൽ, മുജാഹിദുകളുടെ പേരിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു. അതിനൊക്കെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് മറുപടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മറുപടി ഉണ്ടെങ്കിലല്ല അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നേരം പോക്കിനുള്ള സംസാരം, അല്ലെങ്കിൽ ഖുറാഫികളെ, ഈ സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സംസാരം മാത്രമായിട്ടാണ് അതിനെ ഞാൻ കാണുന്നത്. ഇവിടെ മുസ്ലിയാരുടെ മറ്റൊരു തട്ടിപ്പാട് പിടികൂടാൻ പോകുന്നത്. ഇത് ഈ മുസ്ലിയാരിൽ മാത്രമല്ല, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും ഇതേ കാര്യം പറയുന്നുണ്ട്. ഇവർ ഈ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കുക, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, മുജാഹിദുകൾ വെറുതെ ഞങ്ങളുടെ പേരിൽ കളവ് പറയുന്നതാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്താറുണ്ട്. പക്ഷെ കൃത്യമായി ഇവരുടെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതും അതുപോലെ തന്നെ പറഞ്ഞു വെച്ചതുമായ രേഖകൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇവർ പ്രാർത്ഥിക്കുന്നതും കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന് ആദ്യം തന്നെ ഉണർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതൊരു ഇൽമിയായ ചർച്ചയല്ല, ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ആരെങ്കിലും മുത്തുനബിയോടോ മുഹീദ്ദീൻ ശിഹർ റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളാരോടാ പ്രാർത്ഥിക്കാറ്? അള്ളാഹിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. ഏതെങ്കിലും ഒരു മുസ്ലിം മുത്തുനബിയെ ആരാധിക്കുന്നു, മുഹീദ്ദീൻ ശൈഖിനെ ആരാധിക്കുന്നു എന്ന് പറയാറുണ്ടോ? പറയൂല. പിന്നെ എന്താ നമ്മൾ ചെയ്യാറ്? നമ്മൾ സഹായമാണ് ചോദിക്കാറ്. നമ്മൾ സഹായം ചോദിക്കും. അത് അള്ളാഹിനോട് ചോദിക്കും, നബി തങ്ങളോടും ചോദിക്കും, മുഹീദ്ദീൻ ശൈഖിനോടും ചോദിക്കും, ഔലിയ ഉപ്പാപ്പാനോട് എല്ലാവരോടും ചോദിക്കും. ആവറേജ് സമസ്തക്കാരോടല്ല, ഒരു മിഡിൽ നിൽക്കുന്ന സമസ്തക്കാരുണ്ട്. അതായത് മുസ്ലിയാക്കന്മാരെ കൈപിടിച്ച് മുത്താനും മുസ്ലിയാക്കന്മാരെ കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ, അവർക്ക് പ്രാർത്ഥനാ മജ്ലിസുകൾ ഒരുക്കി കൊടുക്കുന്ന. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇവർ പ്രാർത്ഥിക്കാറില്ലേ? നിങ്ങളൊന്ന് പറ, അവർ പ്രാർത്ഥിക്കില്ല. കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. എന്നെ തെറി വിളിക്കുകയല്ല വേണ്ടത്, ഇല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെ തെറി വിളിക്കുകയല്ല വേണ്ടത്, ഇല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയോ ഇബ്നു തൈമിയ റഹിമഹുല്ലയോ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയോ തെറി വിളിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഈ മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സാധാരണക്കാർ ചിലപ്പോൾ പറയും ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ അത് ഷിർക്കായി തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെ മുസ്ലിയാർ ഈ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് സ്റ്റേജ് കെട്ടിക്കൊടുത്തവരാണ്, നിങ്ങൾ ഇവരെ ആനയിച്ച് കൊണ്ടുവന്നവരാണ്. ഇവർ വരുമ്പോൾ തക്ബീർ ചൊല്ലിയൊക്കെ ഇവരെ വലിയ സംഭവമായി കൊണ്ട് സ്റ്റേജിൽ കയറ്റിയിരുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒന്നാമത് ചോദിക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളതിനൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് മറുപടി പറയണമെന്നാണ് അറിയിക്കാനുള്ളത്. അള്ളാഹിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? അത് ആരാധനക്കർഹനാണെന്ന നിലയിൽ ആ ചോദ്യം ആരാധനയാണ്. മുത്തുനബി മുതൽ ഇങ്ങോട്ട് നമ്മൾ ചോദിക്കുന്നതോ അത് വെറും സഹായതേട്ടം മാത്രമാണ്. എങ്ങനെ സഹായിക്കും? നമ്മളിപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരാളോട് ഞാൻ സഹായം ചോദിക്കുന്നത് എങ്ങനെയാണ്? ചില ആളുകൾ പറയാറുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. യാ അല്ലാഹ്. ചിലർ പറയും, മോനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക്, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് തേട്. ഇത് ഏറ്റവും വലിയ വിരോധാഭാസം. അല്ലെങ്കിൽ ഏറ്റവും വലിയ വിരോധാഭാസമായാലും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നതല്ലേ? അതൊന്നുമില്ലേ ഖുർആൻ്റെ വചനമല്ലേ? പിന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചതെന്നല്ലേ? നിങ്ങൾ ചോദിക്കണം അള്ളാഹുവിനോട് ചോദിക്കൂ. അത് ഏതുമായി ബന്ധപ്പെട്ടാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ മുസ്ലിയാർ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. മനസ്സിലായല്ലോ? എന്ത് സഹായം, എല്ലാ സഹായം അള്ളാഹുവിനോട് ചോദിക്കണം. ചെരുപ്പിൻ്റെ ബാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം ഇതൊക്കെ തരുന്നവൻ അള്ളാഹുവാണ്.
അല്ല എന്ന് മുസ്ലിയാർക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയട്ടെ. മുസ്ലിയാർക്ക് അങ്ങനെ വാദമുണ്ട് എങ്കിൽ നമുക്ക് സമ്പത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്, നമുക്ക് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്, അതിന് ശമനം നൽകുന്നത് അള്ളാഹുവാണ്, നമുക്ക് വാഹനം നൽകിയത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, നമുക്ക് സൗകര്യങ്ങൾ നൽകുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഒക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതം നമുക്ക് മക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. അല്ലാതെ ഒരു മുനമ്പത്ത് ചേച്ചിയോ ഓച്ചിറദാമോനയ്യപ്പനോ കുംഭസ്വാമിയോ കുപ്പസ്വാമിയോ ഒന്നുമല്ല. അള്ളാഹു മാത്രമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ മുസ്ലിയാരെ? റേഡിയോ സിസ്റ്റം പോലെ വീഡിയോ ഇറക്കിയിട്ട് ഇങ്ങനെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ പാട്ടുപാടി പോയാൽ പോരാ മുസ്ലിയാരെ. കൃത്യമായി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കളവുകൾ പറഞ്ഞാൽ പോരാ. മനസ്സിലായല്ലോ? ഇവിടെ കൃത്യമായി വ്യക്തവുമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു, പറയുന്നു. എന്താണ്? അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനോട് നമ്മൾ സഹായം തേടാൻ പാടില്ല. ഏത് സഹായം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ നിലക്ക് അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനോടും തേടാൻ പാടില്ല. നമ്മൾ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സഹായത്തെക്കുറിച്ചൊന്നുമല്ലല്ലോ ഈ പറയുന്നത്. നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഭൗതികപരമായ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്ന കാണുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചല്ലല്ലോ ഈ പറയുന്നത്. ഇവിടെ കൃത്യമാണ് മുസ്ലിയാക്കന്മാർ ആരോടാണ് തേടുന്നത്, എന്തിനു വേണ്ടിയാണ് തേടുന്നത്, ഒക്കെ തെളിവുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. പിന്നാലെ എല്ലാ തെളിവും വരുന്നുണ്ട്. നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണ് ചോദിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ കൃത്യമായി തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചോദിക്കുകയാണെങ്കിൽ അള്ളഹാനോട് ചോദിക്കുമെന്ന് പറയാം. ഇപ്പോൾ ഉമ്മ 2 ഇഡ്ഡലി വേണമെന്ന് പറയണത് അള്ളഹാനോടാണോ പറയണേ? അള്ളാഹ് എനിക്ക് 2 ഇഡ്ഡലി തരുമെന്നാണ് പറയണേ. ഇതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. പ്രാർത്ഥന എന്നർത്ഥത്തിൽ നിങ്ങൾ അള്ളഹാനോട് മാത്രം ചോദിക്കണം. പ്രാർത്ഥന എന്നർത്ഥത്തിൽ അള്ളഹാനോട് മാത്രം ചോദിക്കണം. അല്ല, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഒരു സഹായത്തേട്ടം എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇല്ലേ? ഡോക്ടറോട് നമ്മളെന്താ പറയുക? ഡോക്ടറെ, കാല് ഭയങ്കര വേദന, ഈ വേദന ഒന്ന് മാറ്റിത്തരണേ. ഡോക്ടറാണോ വേദന മാറ്റുന്നത്? അല്ല, അമ്മയാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഉമ്മയോ, ശ്രദ്ധിക്കണം, ഉമ്മയോ ബാപ്പയോ എൻ്റെ വൈഫോ എൻ്റെ കുട്ടിയോ ആരെങ്കിലും, ഇനി മുത്തുനബി ആണെങ്കിൽ പോലും അള്ളാൻ്റെ അനുവാദം ഇല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്തു തരുമെന്ന് കരുതിയാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഞാൻ മുശ്രിക്കാണ്. സഹോദരങ്ങൾ, എന്തുമാത്രം പച്ചക്കില്ല കബളിപ്പിക്കലാണ് ഇവിടെ ഈ പുരോഹിതൻ ചെയ്യുന്നത്. നിങ്ങൾ ഉമ്മാനുപ്പാനോട് സഹായം തേടുന്നത് പോലെയാണോ മഹാന്മാരോട് തേടുന്നത്? ഡോക്ടറോട് സഹായം തേടുന്നത് പോലെയാണോ ഈ പറയുന്ന മഹാന്മാരോടൊക്കെ തേടുന്നത്? നിങ്ങളുടെ വാദം തന്നെ എന്താണ്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നല്ലേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബകമെന്നവർ വല്ല നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നവർ, ഇതൊക്കെയല്ലേ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചത്? അതുപോലെയാണോ ഡോക്ടറോട് സഹായം തേടുന്നത്, ഉമ്മാനോട് ഉപ്പാനോട് സഹായം തേടുന്നത്? ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയി എന്ന് വെക്കുക. അങ്ങനെ ആണ് എങ്കിൽ അവരോട് നിങ്ങൾ എനിക്ക് ചായ കൊണ്ട ഉമ്മ എന്ന് പുറക്കിരുന്നിട്ട് പറയോ? ഇല്ലേ അവരുടെ കബറിൻ്റെ അടുക്ക പോയിട്ട് പറയോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ചികിത്സ തേടുന്ന ഒരു ഡോക്ടർ ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ ആ ഡോക്ടറോട് നിങ്ങൾ പോയി കാലിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കാല് വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം നിങ്ങളുടെ ഡോക്ടറെ അടുക്ക പോയി കാണിക്കുക. അങ്ങനെ ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ഡോക്ടർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ കബറിൻ്റെ അടുക്ക പോയിട്ടോ, അല്ലെങ്കിൽ ശ്മശാനത്തിൽ പോയിട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ടോ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടോ നിങ്ങൾ അങ്ങനെ തേടുമോ? ഇല്ലല്ലോ, ഒരിക്കലും തേടില്ലല്ലോ. അവർക്ക് എന്താ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നല്ലേ നിങ്ങൾ തേടുന്നത്. അതുകൊണ്ട് ഉഡായിപ്പ് അവിടെ വെക്കുക മുസ്ലിയാരെ. നിങ്ങളുടെ അതേ വിശ്വാസം തന്നെയാണ് മക്കാ മുശ്രിക്കുകളും ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമായി നമുക്ക് പ്രമാണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾക്ക് ഒന്നാമതായി മക്കാ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി മുസ്ലിയാക്കന്മാർ ഈ മുസ്ലിയാരുടെ പറഞ്ഞ വിഷയവും നമ്മൾ എന്താണോ പറയുന്നത് അതും ബോധ്യപ്പെടാൻ. എന്താണ് തൽബിയത്തിൽ പറയുന്നത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ തംലിക്കുഹു വമാ മലക്. ഇത്ര മാത്രമുള്ള ഭാഗം എടുക്കാം. അള്ളാഹുവേ, നിനക്ക് വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കും, നിനക്ക് പങ്കുകാരില്ല. അബൂജഹലും ഇത് ചൊല്ലിയിരുന്നു, ഈ പറയുന്ന മക്കാ മുശ്രിക്കുകളൊക്കെ ചൊല്ലിയിരുന്നു. അവരങ്ങനെയായിരുന്നല്ലേ ചൊല്ലിയിരുന്നത്? അല്ലേ മുസ്ലിയാക്കന്മാരെ? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അതേപോലെ തന്നെ അല്ലാഹുവേ, നിനക്ക് എന്താണ് അതിനർത്ഥം? അല്ലാഹുവേ, നിനക്ക് വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല എന്നതിലില്ലേ? ഇല്ലേ മുസ്ലിയാരെ? ഇത്രയും പറയുമ്പോൾ റസൂൽ അവരോട് എന്താ പറഞ്ഞത്? ഇത്ര മതി എന്നല്ലേ? ഇത്ര മതി. പക്ഷെ അവർ നിർത്തിയോ? ആ അബൂജഹലും അവരൊക്കെ നിർത്തിയോ? അവർ അതിനപ്പുറം എന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു വമാ മലക് എന്നല്ലേ പറഞ്ഞത്? എന്താണ്? അല്ലാഹുവേ, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്, അവർ സ്വയം പര്യാപ്തരായുള്ളവരല്ല, അവർക്കുള്ളതെല്ലാം നീ നൽകിയതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന വാദം തന്നെയല്ലേ മക്കാ മുശ്രിക്കുകൾ ഉണ്ടായത്? അതുകൊണ്ടാണല്ലോ അവർ മുശ്രിക്കായത്.
അല്ലേ മുസ്ലിയാർ? ഇസ്തിരിയിട്ട ഖുറാഫി അങ്ങനെയല്ലേ? അവരങ്ങനെയല്ലേ? നിങ്ങളും അതേ വാദം തന്നെയല്ലേ പറയുന്നത്? നിങ്ങളിപ്പോൾ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നവർ എന്നൊക്കെ വാദിക്കുമ്പോൾ നിങ്ങൾ അതേ വാദം തന്നെയല്ലേ ഉന്നയിക്കുന്നത്? അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ തരുന്ന? മുൻപത്തെ ചേച്ചി എനിക്ക് ഹിദായത്ത് നൽകണേ, ഓ ചെറുതാമൂരൻ അയ്യപ്പൻ ഉപ്പാപ്പ എൻ്റെ പാവം പുറത്തരണേ, CM മടവൂരി എൻ്റെ മാനസിക രോഗം മാറ്റിത്തരണേ എന്നൊക്കെ തേടുമ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അത് തേടുന്നത്. ഇവർക്ക് ജീവിച്ചിരിക്കുന്നവരാ? നിങ്ങൾ ഡോക്ടറോട് സഹായം തരുന്നത് ഉപ്പാനുമ്മാനും സഹായം തേടുന്ന പോലെയാ? നിങ്ങൾ ആളെ കബളിപ്പിക്കുകയല്ലേ ഖുറാഫി മുസ്ലിയാരെ ചെയ്യുന്നത്? ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നമുക്ക് അതിലേക്കൊക്കെ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്. മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ ഉഡായിപ്പ് മുസ്ലിയാരാണ്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയാണ്. ഈ ഉഡായിപ്പ് മുസ്ലിയാർ, അതായത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ ഇസ്തിരിയിട്ട ഖുറാഫി ഈ ഡയലോഗൊക്കെ പൊട്ടിക്കാൻ കാരണം. അത് നമുക്ക് വ്യക്തമായി അറിയാം. ഇവിടെ വലിയ കാര്യമായിക്കൊണ്ട് പേരോട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ രീതിയിൽ പറയുന്നത്. അത് സാധാരണക്കാർക്ക് ഈ വിശ്വാസമില്ല എന്നതിൽ ഒന്നാമത്തെ തെളിവാണിത്. സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കാനുള്ള ശ്രമമാണ്. അവർക്കൊക്കെ അറിയാം ഇത് ഇസ്തിഹാസം ഇങ്ങനെ നടത്തുക, ഇവർ ഈ പ്രാർത്ഥന നടത്തുന്നത് തെറ്റാണ് എന്നൊക്കെ അറിയാം. അത് പ്രാർത്ഥനയല്ല, അത് ഉമ്മാനോടും ഉപ്പാനോടും മറ്റേ ചോറും ചായയും ചോദിക്കുന്ന പോലെ ഡോക്ടറോട് ചികിത്സ തേടുന്നത് പോലെയൊക്കെയാണ് എന്നൊക്കെ ഇസ്തിരിയിട്ട ഖുറാഫി പറയും. നിങ്ങൾ കേട്ടില്ല? ജനങ്ങൾ ഒരുതരം പൊട്ടനാക്കി വിടുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർ പ്രാർത്ഥിക്കുക തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഉഡായിപ്പ് വളരെ കൃത്യമായി നമ്മളിവിടെ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ കാന്തപുരത്തിൻ്റെ മകൻ, ആത്മീയ ചൂഷണം ദിനചര്യയായി കൊണ്ട് നടക്കുന്ന ഇവരുടെയൊക്കെ വലിയ ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസ്ഹരി പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതൊരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടതായിരിക്കാം, എന്നാലും നമുക്കൊന്ന് ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് ഒന്ന് കേൾക്കാം. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് മുജാഹിദ് കാരണമൊന്നുമല്ലല്ലോ ഈ ഹക്കീം അസ്ഹരി. നിങ്ങളെ വലിയ കൈപിടിച്ച് മുത്തുന്ന മുതൽ തന്നെയാണല്ലോ. മുജാഹിദിൻ്റെ വകയൊന്നും വന്നതല്ല, മുജാഹിദ് ചാരനൊന്നും അല്ലല്ലോ. മറ്റേ ചങ്ങൈനെ പറഞ്ഞൊക്കെ ഇത് നമ്മൾ ആറ്റക്കോയ തങ്ങളെ പറഞ്ഞത് മുജാഹിദ് ചാരനാണ്, ഓൻ ഭൂലോക ഫ്രോഡാന്ന് ഇവർക്ക് തന്നെ അറിയാം. എന്നാലും മുജാഹിദിൻ്റെ പേരേക്ക് കിട്ടുന്നെല്ലാം മുജാഹിദിൻ്റെ പേരേക്ക് താങ്ങാൻ നോക്കുന്ന ഖുറാഫികളെ, ഇത് നിങ്ങളുടെ ഈ പറയുന്നതിന് കേൾക്കാൻ വേണ്ടി പോകുന്ന ഹക്കീം അസ്ഹരി മുജാഹിദുകാരനല്ലോ, മുജാഹിദിൻ്റെ ചാരനൊന്നുമല്ലല്ലോ. നിങ്ങളുടെ പൊന്നാര മുതലിൻ്റെ നിങ്ങളുടെ ഔലിയാക്കളുടെ മുഷാവറയിൽ അംഗമായ നിങ്ങളുടെ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പൊന്നാര പുത്രൻ തന്നെയല്ലേ അദ്ദേഹം പറയും. നമുക്കൊന്ന് കേൾക്കാം. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കലില്ല. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കലില്ല. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കലില്ല. പ്രാർത്ഥിച്ചു. എങ്ങനെയുണ്ട്? നോളജ് സിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇനി ഖലീൽ ബുഖാരി സഹീൽ ബുഖാരി അല്ല, ഖലീൽ ബുഖാരി എന്ന് പറയുന്ന വേറൊരു ഉഡായിപ്പ് തങ്ങളുണ്ട്. ആ തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അത് നമ്മളൊന്ന് കേൾക്കുക. എന്താ പ്രാർത്ഥിച്ചു എന്നാൽ ഉപ്പാനോട് ചോറ് പണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഡോക്ടറോട് ചികിത്സ തേടുന്ന പോലെയോ അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആരെ? ബദരീങ്ങളെ വിളിച്ച്. അതിനെ ബദരീങ്ങൾ തന്നെ വിളിക്കും. നമുക്ക് ഒന്ന് കാണാം. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. എങ്ങനെയുണ്ട് ഈ മുസ്ലിയാർ ഈ രീതിയിൽ സഹായം തരുന്നത്? ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തേടുന്നത് പോലെയാണോ ഉപ്പാനോടും ഉമ്മാനോടും തേടുന്നത്? ഡോക്ടറോട് തേടുന്ന പോലെയാണോ? ഇനി മുസ്ലിയാർ അതിന് ന്യായം പറയും. ഇപ്പോൾ വിശന്ന് വരഞ്ഞ കുഞ്ഞി വീട്ടിലെത്തിയിട്ട് ഭക്ഷണം ചോദിക്കുമ്പോൾ ഇളയമ്മയും മൂത്തമ്മയോ ഉമ്മുമ്മയോ ആരൊന്നും വലിയ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ സമയത്ത് ഉമ്മാനെടുക്ക പോയിട്ട്, ഉമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, ഉമ്മ എന്തെങ്കിലും തരണേ, ഭക്ഷണം തരണേ, വിശക്കുന്നു, വെള്ളം വേണം എന്നൊക്കെ പറയുന്നു. ഉമ്മായും മൂത്തമ്മയും ഒന്നും കേൾക്കുന്നില്ല. നിങ്ങളെ എനിക്ക് എടുത്തു തരാനുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എടുത്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മാനോട് കരയുന്നത് പോലെയാണോ? ആണോ ഖുറാഫി? ആണോ ഇസ്തിരിയിട്ട ഖുറാഫി? ആണോ ഈ പറയുന്ന നിങ്ങളുടെ ഖലീൽ ബുഖാരി ആ രീതിയിലാണോ സഹായം തേടിയത്? ഇല്ലെങ്കിൽ ഡോക്ടർ എടുക്കുക, ഫുട്ബോൾ കളിച്ചോ മറ്റോ വീണിട്ട് കാല് മുറിഞ്ഞ ഒരു കുട്ടിയെ ഇല്ലെങ്കിൽ ഒരു ആളെ എടുത്ത് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് നോക്കണേ, പെട്ടെന്ന് നോക്കണേ, എനിക്ക് കാല് വേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണോ ഖുറാഫികളെ? ജനങ്ങളെ ഇങ്ങനെ ഒരുതരം മണ്ടന്മാരാക്കി മാറ്റരുത്, കഴുതകളാക്കി മാറ്റരുത്. ജനങ്ങളെല്ലാം കഴുതകളെ, ചില കഴുതകളുണ്ട്, അതാണ് കാന്തപുരത്തിൻ്റെ പിന്നാലെ എന്ന് ശംസുലുലമ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ജനങ്ങൾ ഒരുമാതിരി കഴുതകളാക്കരുത് എന്നാണ് മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത്.
തീർന്നോ? നിങ്ങളുടെ വലിയ ഖോജരാജാവ് തന്നെ പറയുന്നില്ലേ? ആര്? നിങ്ങളെ കൂറ്റമ്പാറ ദാരിമി വളരെ കൃത്യമായി, ഇപ്പോൾ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറഞ്ഞാലും പ്രശ്നം, കൂറ്റമ്പാറ പറയുന്നത് കേട്ടോ, മനസ്സിലായോ? കൂറ്റമ്പാറ കാന്തപുരം മുസ്ലിയാരുമായി കാന്തപുരം മുസ്ലിയാർ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതിനെക്കുറിച്ച് അത് ഏത് ഭാഷയിലാണ് പറയുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് കേട്ടോ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ, അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് എത്തിയിട്ട് ഇമാം ഷാഫി തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് യാസീൻ ഇങ്ങനെ ഓതിയിട്ട് നേരിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ വിളിച്ചുകൊണ്ട്, മഹാനവറുകളെ, ഇവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന മസ്അല പ്രകാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം, എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം, അവരുടെ പെരുന്നാൾ നിസ്കാരം, അവരുടെ നിക്കാഹ്, അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് ഷാഫിഈ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട്. ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തില്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട് ഖുറാഫികളെ? നിങ്ങളൊന്നും ഞെട്ടിയില്ലേ? നിങ്ങൾ ഇസ്തിരിയിട്ട ഖുറാഫി ഒന്നും ഞെട്ടിയിട്ടുണ്ടാവും കേൾക്കുമ്പോൾ. ഇതൊക്കെ ഒന്ന് കേൾക്കണം, എന്നിട്ട് വേണം വന്നിട്ട് വീഡിയോ ഒക്കെ ഇറക്കാൻ. നിങ്ങളെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം മതി മറ്റുള്ളവരെ ചൊറിയാൻ വരാൻ. മുജാഹിദുകൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ വായിക്ക് തോന്നിയത് കോതൊക്കെ പാട്ട് എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ആരോപിക്കുന്ന പോലെ ഞങ്ങളും നിങ്ങൾക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു എന്നാണോ വിചാരിച്ചത്? നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന പോലെ ഞങ്ങളിങ്ങനെ ബാലൻസ് ചെയ്യുകയാണ് എന്നാണോ വിചാരിച്ചത്? വളരെ കൃത്യമല്ലേ? ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ എന്താണ്? അതിന് പ്രാർത്ഥന എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇത് ഭാഷ തന്നെ മാറി, അറബിയിലാ പറഞ്ഞത്, ദുആ തന്നെയാണ് ചെയ്തത് എന്ന്. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളോടും ദുആ ഇരുന്നു എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇസ്തിരിയിട്ട ഖുറാഫി? അതുകൊണ്ട് കൃത്യമായി വ്യക്തമായി വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. ഇവിടെ തീരുവോ? ഇനി ഞാനിപ്പോൾ ദുആ എന്ന് പറഞ്ഞാൽ അത് സൂറത്ത് നൂഹിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ എന്നൊക്കെ ഉണ്ടല്ലോ. അത് നൂഹ് നബി ദുആ ചെയ്തു ജനങ്ങളോട് എന്നാണോ വഹാബി നിങ്ങൾ പറയുക? അവിടെ അവരെ വിളിച്ചു എന്നല്ലേ ഉള്ളൂ. ഇതും അതുപോലെയല്ലേ എന്നൊക്കെ പറഞ്ഞൊന്ന് ന്യായീകരിക്കാൻ നിൽക്കണം. നിങ്ങളെ വിശ്വാസമാണ് ജനങ്ങളോട് നേർക്ക് നേരെ, മരിച്ചു കിടക്കുന്ന ജനങ്ങളോടല്ല പറഞ്ഞത്. മനസ്സിലായല്ലോ? ശവപ്പറമ്പിൽ പോയിട്ടല്ല, ഇല്ലെങ്കിൽ മഖ്ബറയിൽ പോയിട്ടല്ല. മനസ്സിലായല്ലോ? മയ്യത്ത് കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ടല്ല നൂഹ് നബി ചെയ്ത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട്, തൻ്റെ കൺമുന്നിലുള്ള മനുഷ്യരോട് ദഅവത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. എവിടെയോ ഈ പറയുന്ന കൂറ്റമ്പാറ, മനസ്സിലായല്ലോ, അദ്ദേഹം പറയുന്നത് എന്താണ്? മരണപ്പെട്ട് കിടക്കുന്ന മഹാന്മാരോട് ദുആ നടത്തി എന്നാണ്. അത് വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ? ഇത് ഉപ്പാനോടും ഉമ്മാനോടും ചോറ് കൊണ്ടാന്ന് പറയുന്നത് പോലെയോ ഡോക്ടറോട് ചികിത്സ തേടുന്നത് പോലെയോ അല്ല എന്നത് വ്യക്തമാണ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് ഒന്നും കൂടിയും പറഞ്ഞുതരാം. നിങ്ങൾ ഈ ആൾക്കാരെ പൊട്ടനാക്കുന്നതിൽ കൃത്യമായൊരു മറുപടി ഞാനിപ്പോൾ തരാം. നിങ്ങളെന്താ നേരത്തെ പറഞ്ഞ് പ്രവാചകനോട് തേടുന്നതിനൊക്കെ അങ്ങനെ കൂട്ടി മിക്സാക്കിയല്ലോ. നിങ്ങൾ പ്രവാചകനോട് തേടുന്ന അങ്ങനെയാണോ? ഉമ്മാനോട് ഉപ്പാനോട് സഹായം തേടുന്ന പോലെയാണോ? ആണോ? അതേപോലെ നിങ്ങൾ ഡോക്ടറോട് സഹായം തേടുന്നത് പോലെയാണോ? ഡോക്ടറോട് ചികിത്സ തേടുന്നത് പോലെയാണോ? അടുത്ത ക്ലിപ്പ് കേട്ടോ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് പ്രാർത്ഥന തന്നെയാണ്. അള്ളാഹുവിനോട് തേടുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾ തേടുന്നത്. പക്ഷെ നിങ്ങളാടെ ഒരു വ്യത്യാസം വെക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് അള്ളാഹുൽ പങ്കുചേർക്കലല്ലാതെ ആകില്ല എന്നുള്ളത് അതിനേക്കാളും വലിയ സത്യമാണ്. നിങ്ങൾ കൃത്യമായി കേട്ടോ, ഇത് അള്ളാഹുൽ പങ്കുചേർക്കലല്ലാതെ പിന്നെ എന്താണ്? ഇവിടെ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എന്തൊക്കെയാണ് അവർ പറയുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് ബോധ്യപ്പെടും. തങ്ങളുടെ ഒരു പ്രാർത്ഥന നമുക്ക് കേൾക്കാം. ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, എല്ലാ കാര്യം ഫതഹായി കൊടുക്കണേ പാപ്പ, എല്ലാ മുറാദുൽ ആസ്വലായി കൊടുക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, പാപ്പന്റെ പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ, ഈ മദ്രസ കബൂലാക്കണേ പാപ്പ, ഞങ്ങളെ മുഅ്മിനീങ്ങളെ കൂട്ടി പെടുത്തണേ പാപ്പ, ആക്കിബത്ത് നന്നാക്കി തരണേ പാപ്പ, ആക്കിബത്ത് നന്നാക്കണേ പാപ്പ, നമ്മളെ ഖബറിനെ നമ്മൾ വിശാലമാക്കി തരണേ പാപ്പ, അർശിന്റെ തൊള്ളാവൂട്ടണേ പാപ്പ, റയ്യാനത്തെന്ന സ്വർഗം നൽകണേ പാപ്പ,
സിറാത്ത് സ്വലാമത്വാക്കിത്ത് പാപ്പ ഹൗലുൽ കൗസർ എന്ന വെള്ളം കുടിക്കാൻ തൗഫീഖ് പാപ്പ റയ്യാനത്തെന്ന സ്വർഗം നൽകണേ പാപ്പ ഞങ്ങളെല്ലാ ഹമിലും കബൂലാക്കണേ പാപ്പ ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഹ്റത്തിലെ മക്കളാക്കി തന്നെ പാപ്പ സ്വാലിയത്വായ മക്കളാക്കണേ പാപ്പ ഇവിടെ ദർസ് തുടങ്ങി പാപ്പ തൊട്ടകാരി വിജയിപ്പിക്കണേ പാപ്പ തൊട്ടകാര്യം വിജയിപ്പിക്കണേ പാപ്പ ഇസ്സത്തിലും ദർജിലും പൊലിവിലാ ദർസ് വിജയിപ്പിക്കണേ പാപ്പ എല്ലാ കാര്യം ഫതഹായി കൊടുക്കണേ പാപ്പ ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് ഉസ്താദിന് ആരോഗ്യം മാഫിയത്ത് കൊടുക്കണേ പാപ്പ ആരോഗ്യം മാഫിയത്ത് കൊടുക്കണേ പാപ്പ അവർ ദുനിയാവിലേക്ക് ആഹ്റത്തിലേക്ക് വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ രണ്ട് ലോകത്ത് വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ ഇവിടെ ദർശനത്തിന് ഉസ്താദിന് ആരോഗ്യം മാഫിയത്ത് കൊടുക്കണേ പാപ്പ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ട് നീക്കണം പാപ്പ എല്ലാ പ്രയാസവും തന്നെ പാപ്പ നമ്മുടെ മക്കൾ ദുനിയാവിലും ആകെ ദിവസത്തിലെ മക്കളാക്കി തന്നെ പാപ്പ ഇവിടുത്തെ പൊരുത്തം സഹായം നോട്ടിടാണ് പാപ്പ ഇവിടുത്തെ പ്രകാശം നമുക്ക് എപ്പോഴടിക്കണേ പാപ്പ തൊട്ടകാര്യം വിജയിപ്പിക്കണേ പാപ്പ ഞങ്ങളെ മക്കൾ ദുനിയാവിലും ആകൃതി വിജയിക്കുന്ന മക്കളാക്കി തന്നെ പാപ്പ സ്വാലിയത്വായ മക്കളാക്കണേ പാപ്പ ഞങ്ങളെ മനുഷ്യനെ ആശീർവ മക്കളാക്കി തന്നെ പാപ്പ ഞങ്ങളെല്ലാ രോഗങ്ങളും കാക്കണേ പാപ്പ ക്യാൻസർ ട്യൂമർ വെറ്റ് ക്യാൻസർ ആദ്യ രോഗം കാക്കണേ പാപ്പ അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് ആർക്കും തന്നെ പാപ്പ മോമിനിങ്ങൾക്ക് അത് രോഗം കൊടുക്കല് പാപ്പ ശിഫ നൽകണേ പാപ്പ നടിക്കാതെ ആരോഗ്യം മാഫി തന്നത് പാപ്പ നമ്മൾ ആരും കടം വെച്ച് മേടിപ്പിക്കലും പാപ്പ ഈ പരിപാടിക്ക് ആര് സഹായിച്ചു പാപ്പ അവർക്ക് ദുനിയാവാഹർ ഉസ്സത്തിലായി കൊടുക്കണേ പാപ്പ ദുനിയാവാഹർ ഉസ്സത്തിലായി കൊടുക്കണേ പാപ്പ ദുനിയാവാഹർ ഫതഹായി കൊടുക്കണേ പാപ്പ ദുനിയാവാഹറും മുറാദുൽ ആസുലായി കൊടുക്കണേ പാപ്പ ഞങ്ങളും കൂടി അവരുടെ കൂടി ബർക്കത്തായി കൊടുക്കണേ പാപ്പ ഞങ്ങളെല്ലാ ഫതഹാക്കി തന്നെ പാപ്പ നമ്മളെ കൈവിടല്ലേ പാപ്പ ഞങ്ങളെ കാല സലാമത്തിലും സന്തോഷത്തിലാക്കി തന്നെ പാപ്പ മരിക്കുന്നവരും പാപ്പനെ കാണിച്ചത് പാപ്പ മരിക്കുന്നവരും പാപ്പനെ കാണിച്ചത് പാപ്പ നമ്മളെ കലബ് നന്നാക്കണേ പാപ്പ നമ്മളെ കലബ് ശുദ്ധിയാക്കി തന്നെ പാപ്പ നമ്മളെ കലബിനോട്ട് മദീനക്ക് എത്തിക്കണേ പാപ്പ ഒരു അണിത്തോക്കി അഹങ്കാരത്തിൽ കാക്കണേ പാപ്പ മോമിനിങ്ങളെ വിഷമങ്ങത്തിൽ തുറക്കണേ. സഹോദരങ്ങൾ, ഞാൻ ഇത്രയും കൂടുതൽ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളിലും പറയുന്നുണ്ട്. ഇതൊക്കെ ആരോട് തേടേണ്ടതാണ്? ഡോക്ടറോട് തേടുന്നത് പോലെയാണോ? ഉമ്മാനോട് ഉപ്പാനോടും തേടുന്ന പോലെയാണോ? നമ്മൾ മറ്റുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുന്നത് പോലെയുള്ള സഹായത്തേട്ടമാണോ? ആണോ സഹോദരങ്ങളെ? ഇവിടെ ഈ മുസ്ലിയാർ നേരത്തെ എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല. പിന്നെ ഈ സാധനം എന്താണ്? ഈ സാധനം എന്താണ്? ഇവിടെ ബാക്കിലിരിക്കുന്ന ആൾ നമ്മൾ ഉപ്പാനോട് ഉമ്മാനോട് തേടുന്ന പോലെയാണോ? ഇല്ലെങ്കിൽ ഡോക്ടറോട് സഹായം തരുന്ന പോലെ ബാക്കിലിരിക്കുന്ന ആൾക്കാർ എന്തിനാ ആമീൻ പറയുന്നത്? ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് നമ്മൾ ആമീൻ പറയുന്നത് എപ്പോഴാണ്? ഒരാൾ ഒരൊന്നുമില്ല, ഒരു പിന്നെ അനിയനും ജ്യേഷ്ഠനും കൂടി ഉമ്മാനെടുക്കാൻ പോയിട്ട് ഉമ്മ എനക്ക് ചോറ് തരണം, അന്നേരം അനിയൻ ആമീൻ അങ്ങനെ പറയോ ഖുറാഫി? എന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയിരുന്നു ആര്? ഒരു രോഗി. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എടുക്കാം. ഒരു ആൾ കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ചങ്ങാതി വീണു, അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എടുത്ത് ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടറോട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് എൻ്റെ കാല് വല്ലാണ്ട് വേദനിക്കുന്നു, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് നോക്കണമെന്ന് പറയുമ്പോൾ കൂടെ പോയ ആൾക്കാർ ആമീൻ ആമീൻ അങ്ങനെ പറയോ തലയിൽ കെട്ടിട്ടേ മൊയിലാറെ പറയോ? നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മൊയിലാറെ പറയോ? ഖുറാഫി താരത്തെ പോയിട്ട് കളിക്കണം, മനസ്സിലായല്ലോ? മുജാഹിദുകൾ അഹ്ലു സുന്നയുടെ മക്കളോട് കളിക്കാൻ വേണ്ടി വരരുത്. ഈ രീതിയിൽ തേച്ച് ഒട്ടിച്ചിട്ട് വിടും, മനസ്സിലായല്ലോ? ഇവിടെ കൃത്യമാണ്, വ്യക്തമാണ്. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്ന തനിച്ച ഷിർക്കിലേക്കും കുഫ്റിലേക്കും തന്നെയാണ് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത്. ഒരു സംശയം അതിലില്ല. ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഇവിടെ എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഇവിടെ ഉപ്പാപ്പ എന്ന് വിളിച്ച അള്ളാഹുവിനെയാണല്ലോ, അള്ളാഹുവിനെ വിളിച്ചതല്ലല്ലോ, മഹാനായ നേതാവിനെയാണല്ലോ, മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. എന്നെ അറിയില്ല, ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തങ്ങളുടെ ആണല്ലോ, അന്നേരം ചിലപ്പോൾ ഉപ്പാപ്പ ചിലപ്പോൾ അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. ഇനി CM മടവൂരിനെയാണോ ഇനി വേറെ ഏതെങ്കിലും സാധനത്തിനെയാണോ ഒന്നും അറിയില്ല. പക്ഷേ ഏതായാലും ഉപ്പാപ്പ വിളിക്കുന്ന അള്ളാഹുവിനെ അല്ല എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തലയിൽ കെട്ടിട്ട് മുസ്ലിം ഇസ്തിരിട്ട ഖുറാഫി, നീ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് പേരോടിൻ്റെയൊക്കെ സംസാരങ്ങൾ, പേരോട് ഉടായ്പിന് കയ്യും കാലും മുളച്ച സാധനമാണ് എന്ന് എല്ലാ മാലോകർക്കും അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ സംസാരം കേട്ടിട്ട് മുജാഹിദിനെ ചൊറിയാൻ വേണ്ടി വരരുത് എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇനി തീർന്നോ? തീർന്നു വിചാരിക്കുന്നുണ്ടോ? ചില കാര്യങ്ങളും കൂടിയും കാണിക്കേണ്ട സമയം ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ചില പുസ്തകങ്ങളും കൂടിയും വായിക്കാനുണ്ട്. ഫത്താവ മുഹീസുന്ന ആരുടെ പുസ്തകമാണ്? മൊഹീദ്ദീൻ ബുക്സ് ഇറക്കിയ ആരുടെ പുസ്തകമാണ്? മുകളിൽ നോക്കിക്കോ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. ആരാണ് നിങ്ങളുടെ നേതാവ്? എന്താ പറയുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോ ഇസ്തിരിട്ട ഖുറാഫി, അതുപോലെ തന്നെ ഇവരുടെ പാക്ക് തൂക്കികളായി നടക്കുന്ന ആളുകളെ. എന്താണ് പറയുന്നത്? മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയുണ്ട്? ചോദ്യം എന്താണ്? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ആണോ ഖുറാഫി? നിന്റെ വാദപ്രകാരം തെറ്റ് എന്നല്ലേ? അല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ?
അങ്ങനെ പറയാൻ പാടുണ്ടോ മുസ്ലിയാരെ? ദുആ എന്ന് പറയാൻ പാടുണ്ടോ? പേരോടെന്താ പറഞ്ഞത്? മുജാഹിദിൻ്റെ ഉടായിപ്പ് എന്നല്ലേ? ഇവിടെ ചോദ്യകർത്താവ് ആരും മുജാഹിദുകാരനാണോ? അല്ലല്ലോ, നിങ്ങളെ ഖുറാഫികൾ തന്നെയല്ലേ? ഇതിന് മറുപടി കൊടുക്കുന്ന ആരാണ്? നിങ്ങളെ പൊന്മളയല്ലേ? നിങ്ങളെ ഖുറാഫി മൊയിലാറന്നല്ലേ നിങ്ങൾക്ക് മതം പഠിപ്പിച്ചിരുന്ന ആലിമീനികൾ, വലിയ ആലിമീങ്ങൾ എന്നാണല്ലോ ഒരുത്തൻ ഫേസ്ബുക്കിൽ കമൻറ്റ് ഇട്ടത്. ആ കമൻറ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽപ്പെട്ട ഒരു ആലിമീനാണ് ഈ പറയുന്നത്. എന്താണ്? അനുവദനീയമാണ്. മനസ്സിലായല്ലോ? ഉദ്ദേശിക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ടോ ശേഷം എന്താ പറയുന്നത്? ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വൈദേശികങ്ങളെ രക്ഷിക്കണേ, മമ്പറന്നങ്ങളെ കാക്കണേ എന്നോ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആനിലും ഹദീസിലും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അള്ളാൻ്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്നു. ഏത്? സൂറത്തുൽ മാഇദയിൽ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു അല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ് ഇവിടെ പുരോഹിതൻ ചെയ്യുന്നത്. എന്താണ് ഇവിടെ? പ്രാർത്ഥന മറക്കരുത്. മനസ്സിലായി? ഇനി അടുത്ത പുസ്തകത്തിലേക്ക് സഹോദരങ്ങളെ, അടുത്തത് നുസ്രത്തുൽ അനാം, മറ്റേ ടീമിൻ്റെത്. മറ്റേ ടീമിൻ്റെതാണ് ഈ സാധനം. ഇത് കൊണ്ടുവരാൻ വേണ്ടി കാരണം ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് എന്നാ പറയല്. നമ്മൾ തൗഹീദിലൊന്നാണ്, സുന്നത്തിലൊന്നാണ്, എല്ലാറ്റിലും ഒന്നാണ്. കാസാലക്കളി മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയത് എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാർ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കാറുള്ളത്. അത് റഹ്മത്തുള്ളാഹി ഖാസിമിയും മുമ്പാട്ടുകാരൻ വായാടിയും ഒക്കെ പറയും, നമ്മൾ കേട്ടതാണ്. ഞങ്ങൾ ആദർശപരമായി ഒറ്റക്കെട്ടാണ്, ഒറ്റ സുന്നത്താണ്, ഒറ്റ ബിദഅത്താണ്, എല്ലാ കാര്യത്തിലും ഒന്നാണ്, കാസാലക്കളി മാത്രമാണ് എന്നാണ് പറയാറുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തമ്മിൽ പരിഞ്ഞ് കാക്കത്തോളായിരം ഗ്രൂപ്പായത് എന്നാണ് അവർ തന്നെ പറയാറുള്ളത്. അപ്പോൾ ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഖനമാണ്. ഇവിടെ കാന്തപുരത്തിൻ്റെ ബിദഅത്ത് എന്ന ഹെഡിങ്ങിൽ അഷ്റഫ് പാഴൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. എന്താണ് ചോദ്യം? സുന്നി വോയിസ് 1993 ആഗസ്റ്റ് 1-15 ലക്കത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചതായി ഇങ്ങനെ കാണുന്നു: സുന്നികൾ ഖബർ സന്ദർശനത്തിലൂടെ ഖബറിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഖബർ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഷിർക്കാണെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. നസ്രത്തിന് എന്തു പറയുന്നു? നസ്രത്ത് എന്ന് പറഞ്ഞാൽ പുസ്തകം, അല്ലാണ്ട് ആളെ പേരൊന്നുമല്ല. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അതിനുള്ള ഉത്തരമാണ് താഴെ കൊടുക്കുന്നത്. എന്താണ് ഉത്തരം? ആരും പറയാത്ത ഷിർക്ക് തെളിയിക്കാൻ എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? അതാണ് ചോദ്യം. ആരും പറയാത്ത ഷിർക്ക്, അതായത് മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്ന് ആരും പറയാറുണ്ടോ? ഇല്ല. നമ്മൾ ഖബറുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണെന്ന് പറയാറില്ല. പക്ഷെ മുസ്ലിയാക്കന്മാർ മുജാഹിദിൻ്റെ പരിപാടിക്ക് പറയാറുണ്ട്. അത് വേറെ വിഷയം. മമ്പാട്ടുകാരൻ വായാടി പറയുന്നുണ്ട്, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വായിലെ കാറ്റ് പോകുന്നത് പോലെയാണെന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്നൊക്കെ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫി പറയുന്നുണ്ട്. അതെ, വളരെ കൃത്യമായി തന്നെയാണ് ഇവിടെ പറയുന്നത്. ആരും പറയാത്ത ഷിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ആരും പറയാറില്ല മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആരും ഷിർക്കാണ് എന്ന് പറയാറില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറയുകയാണ്, സുന്നികൾ മഹാത്മാക്കളുടെ ഖബറുകൾ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ഷിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? മനസ്സിലായല്ലോ? എന്തിനാണ് ഇത്ര പേടിക്കാൻ? തലയിക്കെട്ടാരാ നിങ്ങളോടെല്ലാം ചോദ്യം, എന്തിനാണ് ഇത്ര പേടിക്കാൻ? നിങ്ങൾക്കത് തുറന്നു പറഞ്ഞുകൂടെ? നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ? മുൻപത്തെ ചേച്ചി രക്ഷിക്കണേ, ഒച്ചിരതാമരൻ അയ്യപ്പൻ ഉപ്പാപ്പ, എൻ്റെ പാവം പുറത്തേരനെ, CM അടവൂര്, എൻ്റെ മാനസിക രോഗം മാറ്റിത്തരണേ ഒക്കെ നിങ്ങൾ തേടുന്നതല്ലേ? നിങ്ങളങ്ങനെ വാദിക്കുന്നതല്ലേ? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നതല്ലേ? അങ്ങനെ അവരോട് പ്രാർത്ഥിക്കുന്നതല്ലേ? ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് ആരും സഹായിക്കാനില്ല, ഉപ്പാപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ കേട്ടതല്ലേ? ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെ പറയുന്നതിൽ എന്തിനാണ് ഇത്ര പേടിക്കാൻ എന്നാണ് ഇവിടെ നിങ്ങളുടെ മറ്റേ ടീം നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ തീർന്നോ? ഇനി ബഹുരസം അടുത്ത പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. അടുത്ത പുസ്തകം വായിക്കുന്നതോടെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുസ്തകം കൂടി നമുക്ക് കേൾക്കാം. അത് ബഹുരസമാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ്. അടുത്തത് ബഹുരസം, കൗലുസുന്ന എന്ന് പറയുന്ന അവരുടെ പുസ്തകം. അതിൻ്റെ 100-103 പേജ്. അതിൻ്റെ 100ാമത്തെ പേജിൽ പറയുന്നത് നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, ഔലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല.
മനസ്സിലായല്ലോ? അത് ഷിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമിൽ എന്താണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ആണെങ്കിൽ അതിനോട് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. എത്ര മുസ്ലിം എന്ന് പുറത്തു പോയി എന്നില്ല നിങ്ങൾ ആലോചിച്ചോ. ഇനി അടുത്തതിൻ്റെ നേരെ മറ്റേ പേജ് എന്താണ്, 133 പേജ്. അതിൽ പറയുന്നതിന് ശരിക്കും ശ്രദ്ധിച്ചോ. എന്നാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് അതിന് ശേഷം പറയാം. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഔലിയാക്കന്മാരായ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കാനോ അറിയാനോ ഇട വന്നിട്ടില്ല. നേരത്തെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. നേരത്തെ നമ്മൾ കുറേ ക്ലിപ്പിലൂടെ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ആര് കാന്തപുരത്തിൻ്റെ മകൻ പറയുന്നത്, അതുപോലെ തന്നെ കൂറ്റമ്പാറ പറയുന്നത്, അങ്ങനെയുള്ളത് നമ്മൾ കേട്ടല്ലോ. എന്നിട്ട് ആ പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിലുമായി കൂട്ടി വായിക്കേണ്ടത്. എന്താണ് പറയുന്നത്? എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയുന്നതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അപ്പോൾ ഇവരൊക്കെ മുസ്ലിങ്ങളല്ലേ? ഇപ്പം നേരത്തെ തൊട്ട് മുമ്പിലത്തെ പേജിലായാലും അതിനിപ്പം ശേഷമുള്ള പേജിലായാലും, അതായത് 100ാമത്തെ പേജിലായാലും 133ാമത്തെ പേജിലായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിയാക്കന്മാരായ കാന്തപുരം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എന്താണ് കൂറ്റമ്പാറ, അതേപോലെ തന്നെ കുറേ ഉണ്ടല്ലോ നിങ്ങളെ ഖലീൽ ബുഖാരി, ഇവരൊന്നും മുസ്ലിങ്ങളല്ലേ? ഇസ്തിരിയിട്ട ഖുറാഫി മുസ്ലിങ്ങൾ അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. അവർ മുസ്ലിങ്ങളല്ലേ? നിങ്ങളൊന്ന് മറുപടി പറയണം. അത് ശിർക്കല്ല, എന്നാൽ മുശ്രിക്കാണോ? നിങ്ങൾ ഞങ്ങളെ പേരിലേക്കല്ല ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി കഫറാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറില്ലേ? ഇവിടെ മുസ്ലിങ്ങളല്ലേ? മുശ്രിക്കാണോ? എന്താണ്? വളരെ കൃത്യമായി പറയുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയുന്നതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അപ്പോൾ നേരത്തെ നിങ്ങളുടെ നസീർ അസ്ഹരി എന്താണ് ഹക്കീം അസ്ഹരി പറഞ്ഞത് എന്താണ്? ഹക്കീം അസ്ഹരി എന്താ പറഞ്ഞത്? ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഖലീൽ ബുഖാരി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. മറ്റൊരു മുസ്ലിയാർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഉപ്പാനോട് ഉമ്മാനോട് സഹായം തേടുന്നത് പോലെയല്ല, ഡോക്ടറോട് സഹായം തേടുന്നത് പോലെയല്ല എന്നത് വ്യക്തമാണ്. ഇവിടെ എന്താണ്? നേരെ തൊട്ട് മുമ്പിൽ EK സമസ്തക്കാർ എഴുതിയ പുസ്തകത്തിൽ എന്താ പറയുന്നത്? നുസ്രത്തിൽ എന്താ പറയുന്നത്? ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സന്ദർശന വേള അവരോട് പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത്. ഇസ്തിഗാസ തന്നെയാണ്, ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് എന്ന് കൃത്യമായിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ഒരു മുസ്ലിമും പറയുന്നതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. എന്നിട്ടോ അതിൻ്റെ തൊട്ട് താഴെ എന്താ കൊടുക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കും മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. അന്നേരം നിങ്ങളുടെ ഓൺലൈൻ വായാടി പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ എന്നത് മുജാഹിദുൽ അനത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഫേസ്ബുക്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? എല്ലാം മറന്നുപോയോ? ഇതൊന്നും അറിയത്തില്ലേ നിങ്ങളെ കുഞ്ഞാടുകൾക്ക്? നിങ്ങളുടെ പുസ്തകത്തിലൊന്ന് എഴുതി വെക്കുക. നിങ്ങൾ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്ന വേറൊരു രൂപത്തിൽ, നിങ്ങൾ സ്റ്റേജിൽ കയറി ചെയ്യുന്നത് മറ്റൊരു രൂപത്തിൽ, നിങ്ങൾ ചില മുസ്ലിയാക്കന്മാർ മറ്റുള്ള മുസ്ലിയാക്കന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്ന വേറൊരു രൂപത്തിൽ. സത്യത്തിൽ നിങ്ങളെ മതം എന്താണ്? ഫേസ്ബുക്കിൽ അതൊരു സഹോദരൻ്റെ യൂട്യൂബിലുള്ള വീഡിയോക്ക് താഴെ ഉണ്ടായ കമൻ്റാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി കാരണം. ഇനി അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നമുക്കൊന്ന് വായിക്കാം. ഇതാണ് കമാൻഡ്. മല പോലുള്ള ആലിമ്യങ്ങൾക്ക് തിരിയാത്ത കാര്യം ഏതോ ജാഹില് പറഞ്ഞത് എടുത്ത് നടക്കുക. ആദ്യം വഹാബികളുടെ ദൈവം എങ്ങനെയുള്ളതാണ് എന്ന് പറ എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഖുറാഫി. നിങ്ങളുടെ മറ്റേ ആറ്റക്കോയ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതിനാണല്ലോ ഇങ്ങനെയല്ലേ നിങ്ങൾ ഇളകാൻ കാരണം. ഇവിടെ കൃത്യമായി നിങ്ങളുടെ ആലിമ്യങ്ങൾ എല്ലാം തിരിഞ്ഞു എന്ന് പറയുന്ന ആലിമ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ പറഞ്ഞതിൻ്റെ കോലമാണ് നമ്മളിപ്പം കണ്ടത്. ഒറ്റ സമസ്തയിലുള്ള, അതായത് AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. അതിനിടയിൽ ഞാൻ കൊണ്ടുവന്ന് EK സമസ്തക്കാർ പറഞ്ഞതും ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി EK സമസ്തക്കാർ പറഞ്ഞതും പിന്നെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇവിടെ വ്യക്തമാണ്, വിഷയം കൃത്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.